സുഹൃത്തുക്കളെ, പ്രമോദ് പെരുന്നോണയാണ്. ഇന്ന് ഒരു വിഷയം വന്നത് പിണറായി വിജയൻ്റെ മകൻ ഗുരുവായൂർ അമ്പലത്തിൽ കയറി എന്നുള്ളതാണ് ഇപ്പോൾ വലിയ ചർച്ചാ വിഷയം. ലോകത്തൊരു ഭാഗത്ത് യുദ്ധം നടക്കുന്നുണ്ട്, ഒരു ഭാഗത്ത് കോൺഗ്രസ്സിന് വീടിന് പൈസ വിരിച്ച് മുക്കിയതുണ്ട്, ലീഗ് കുറച്ച് വീടുകൾ കെട്ടിയതുകൊണ്ട്. ഇതൊന്നുമല്ല ഇവിടുത്തെ ചർച്ച. ഇവിടുത്തെ ചർച്ച ഇപ്പോൾ പിണറായിയുടെ മകൻ ഗുരുവായൂർ അമ്പലത്തിൽ കയറാൻ പാടില്ലേ? ഇതിൻ്റെ മുമ്പ് സെയിൽസിങ് വന്നിട്ട് ഗുരുവായൂർ അമ്പലത്തിൽ കയറാൻ സമ്മതിച്ചിട്ടില്ല. അതിനെപ്പറ്റി വലിയ ചർച്ചയൊന്നും ഉണ്ടായില്ല. അതുപോലെ യേശുദാസ് അവിടെ അമ്പലത്തിൽ കയറാൻ വേണ്ടി പോയി, അപ്പോഴും ചർച്ച. പിന്നെ അന്നത്തെ കാലത്ത് സാമൂഹ്യ മാധ്യമങ്ങൾ വളരെ കുറവ് ആയതുകൊണ്ടായിരിക്കാം. എന്തായിക്കോട്ടെ, ഇനിയിപ്പോൾ ഇനിയിപ്പോൾ പിണറായി തന്നെ ഗുരുവായൂർ അമ്പലത്തിൽ കയറിയാൽ എന്താണ് ഈ ലോകം ഇടിഞ്ഞു വീഴുമോ? എന്താണ് സംഭവം? അതോ CPM-ൻ്റെ ഭരണഘടന, ഈ ഗോപാലകൃഷ്ണൻ, BJP-യുടെ ഗോപാലകൃഷ്ണനൊക്കെ ചിന്ത ബുക്ക് സ്റ്റാളിലോ അല്ലെങ്കിൽ ശക്തി ബുക്ക് സ്റ്റാളിലൊക്കെ കിട്ടും. പഴയ കാലത്ത് 2 ഉറുപ്പ്യാണ്, ഇപ്പം ഇനിയിപ്പോൾ ചിലപ്പോൾ 10 ഉറുപ്പ്യായിട്ട് ആയിട്ടുണ്ടാവും. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭരണഘടന ഉണ്ട്, അത് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഒരു അമ്പലത്തിലോ ഒരു പള്ളിയിലോ ഒരു ചർച്ചിലോ പോകരുത് എന്ന് അതിൽ എഴുതി വച്ചിട്ടില്ല. ഈ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്കാരുടെ ഗ്രന്ഥം എന്ന് പറയുന്നത് തന്നെയാണ്. അവരുടെ ഭരണഘടനയാണല്ലോ അതിൻ്റെ ഒരു ആധികാരികമായ വേദി. അപ്പോൾ അതിലൊന്നും പറയാത്ത കാര്യമാണ് ഇപ്പോൾ പിണറായിനെയും പിണറായിയുടെ കുടുംബത്തിനെയും എങ്ങനെയൊക്കെ ആക്ഷേപിക്കാം എന്നുള്ളതിന് ഒരു കച്ചിത്തുരുമ്പ്. ഞാനൊന്ന് ചോദിക്കട്ടെ, മിസ്റ്റർ ഗോപാലകൃഷ്ണ, ഈ ഗുരുവായൂർ അമ്പലത്തിൽ നായരിൻ്റെ താഴേക്ക് തീയനും പറയനും പുലയനും ചർമ്മനും ആദിവാസിക്കുമൊക്കെ കയറാം എന്നുള്ളത് പിണറായി പറഞ്ഞ എന്തിയാ ഡാഷ് മോനെ, എൻ്റെ BJP-ക്കാരോ അല്ലെങ്കിൽ RSS-കാരോ ആരെങ്കിലും ഒരാൾ കൂടിയിട്ടാണോ കയറാൻ തുടങ്ങിയത്? അത് കേളപ്പനും AKGയും കൃഷ്ണപ്പള്ളി അടി കിട്ടിയിട്ട് കയറാൻ തുടങ്ങിയതാണ്. മനസ്സിലായോ? അന്നൊന്നും എന്നെ ഗോപാലകൃഷ്ണനെ കണ്ടിട്ടില്ല. നീയൊക്കെ പൈസ BJP-ക്കാർക്ക് ചെരുപ്പ് നക്കിയിട്ട് അവിടെ ഗുരുവായൂർ സ്ഥാനാർത്ഥിയായിട്ടുണ്ടാവും. പക്ഷേ ഇവരുടെയൊക്കെ മഹത്വം അത് വേറെയാണ്. ഇപ്പം എല്ലാവരും ഗുരുവായൂർ അമ്പലത്തിൽ തൊഴുകാൻ പോകുന്നുണ്ടല്ലോ, കൃഷ്ണനെ കാണാൻ വേണ്ടി പോകണില്ലേ? അതൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരും അതുപോലല്ലേ ആ ചിന്താഗതി ഇല്ല ആളുകൾ ഉണ്ടാക്കിയതാണ്. നിന്നെ പോലെയുള്ള ആളുകൾ ആണ് കൃഷ്ണപിള്ളേനെയൊക്കെ AKGനെയൊക്കെ മർദ്ദിക്കാൻ കൂട്ടുന്ന ആളുകൾ. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ നല്ലത് കേട്ടോ. എന്നിട്ട് ചിലക്കാൻ വരുമുണ്ടോ? പിന്നെ അമ്പലം എൻ്റെ കുത്തക എന്നല്ല, അൻ്റെയും RSS-കാരുടെ ഒന്നും കുത്തകയല്ല. അതിൽ CPM-കാർ പോവും, ഇനി പിണറായിയും പോവും, ചിലപ്പോൾ ഇനി അതിലും മറ്റേ ഗോവിന്ദ മാഷും ചിലപ്പോൾ പോയിന്ന് വരും. അപ്പോൾ അതൊന്നും നിൻ്റെ കുത്തകയല്ല. MA ബേബിയും പോയിന്ന് വരും. MA ബേബി ചർച്ചിൽ പോവും. അതൊന്നും ആരുടെയും കുത്തകയല്ല. ഇവിടെ ഇപ്പം ഈ കേരളത്തിൽ കാണുന്ന എല്ലാ അമ്പലം, പള്ളി, ചർച്ച് ഒക്കെ അതിൻ്റെയൊക്കെ മുൻപന്തിയിൽ CPM-ൻ്റെ സഖാക്കൾ തന്നെയാണ്, ഒരു തർക്കമില്ല. പ്ലാമന്തോളം ഒരു പള്ളി EMS ആണ് അതിന് അനുമതി കൊടുത്തിട്ട് അവിടെ ആ പള്ളി ഉണ്ടാക്കിയത്. അപ്പം ഞങ്ങളാരും പള്ളിക്കും ചർച്ചിനും അമ്പലത്തിനും എതിരല്ല. ഞങ്ങളൊക്കെ അവിടെ നല്ലത് നടത്താൻ വേണ്ടിയിട്ടാണ് പോവാറുള്ളൂ. അവിടെ കട്ടുമുടിച്ചിട്ട് മദാമയ്ക്ക് ബ്രേസ്ലെറ്റ് കെട്ടി കൊടുക്കാനൊന്നും ഞങ്ങൾ പോവാറില്ല. അപ്പോൾ
എല്ലാവർക്കും കൂടിയാണ്. ഞാൻ CPM-നെ സഖാക്കളെന്ന് കുറ്റം പറയാൻ ഇപ്പം കേരളത്തിൽ ഒരാളും വന്നിട്ടില്ല. നിങ്ങളൊക്കെ ആദ്യം ഇപ്പം ഇതിനൊക്കെ ചർച്ച ചെയ്യണ ആൾക്കാർ ആ ഉത്തർപ്രദേശിലെ മധുരയിലൊക്കെ ഒന്ന് പോയി കാണുന്നത് നല്ലതാണ്. നിങ്ങൾക്കൊക്കെ പഠിക്കാൻ നല്ലതാണ്. അവിടെ പള്ളിയുടെ മുന്നിൽ കൂടെ റെയിൽ വിട്ടിട്ടും പള്ളിയുടെ അവിടേക്കുള്ള റോട്ടിൽ എരുമകളി പോത്തിനെയും കെട്ടിയിട്ടും ഒക്കെ ഉണ്ട്. ഒന്ന് പോയി കാണുന്നത്, ലീഗുകാരൊക്കെ ഒന്ന് പോയി കാണുന്നത് നല്ലതാണ്. എന്നിട്ട് മതി ഞങ്ങളെ അഞ്ഞത്തി കയറൽ. ഞങ്ങളൊക്കെ അതിനും എതിരാണ്. ഒരു മതസ്ഥരെയും അപമാനിക്കപ്പെടരുത്, ഒരു പള്ളിയും പൊളിക്കരുത് എന്ന അഭിപ്രായക്കാരാണ് ഞങ്ങൾ. എൻ്റെ നാട്ടിൽ ബാബരി മസ്ജിദ് പൊളിച്ചപ്പോൾ ഫസ്റ്റിൽ അവിടെ ടയർ കത്തിച്ചത്, പ്രതിഷേധ പ്രകടനം നടത്തിയത് ഞാനടക്കല്ല ലീഗിൻ്റെ ആൾക്കാരും അടക്കല്ല ആളുകളാണ്. അപ്പോൾ അതിലൊന്നും ഞങ്ങൾക്ക് മതമില്ല, രാഷ്ട്രീയവും ഇല്ല. അത് കൂടേണ്ട സമയത്ത് ഞങ്ങൾ കൂടാറുണ്ട്. അത് ബാബരി മസ്ജിദ് പൊളിച്ചപ്പോൾ എൻ്റെ നാട്ടിലുണ്ടായ പ്രതിഷേധത്തിൻ്റെ മുന്നിൽ ലീഗുകാരൊപ്പം ഞാനും കൂടിയിട്ടുണ്ട്. ലീഗുകാരൊപ്പമല്ല, മുസ്ലിം സുഹൃത്തുക്കളൊപ്പം. അപ്പം അത് മനസ്സിലാക്കിയാൽ മതി. ഞങ്ങൾക്കൊന്നും അതിൽ മതമോ രാഷ്ട്രീയമോ ജാതി ഭേദ ഒന്നുമില്ല. എല്ലാവരുടെ കാര്യത്തിലും ഞങ്ങളെ കണ്ണിൻ്റെ മുമ്പിൽ ഒരു തെറ്റ് കണ്ടാൽ അതിനെ ചൂണ്ടിക്കാണിക്കുകയും വിമർശിക്കുകയും അതിനെതിരെ പോരാടുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളെ സഖാക്കന്മാർ ഇത്രമാത്രം കൊല്ലപ്പെട്ടത്. നിങ്ങൾ മനസ്സിലാക്കണം, കേരളത്തിൽ ഇത്രമാത്രം സഖാക്കൾ കൊല്ലപ്പെട്ടത് ഈ ആരാധന സ്വാതന്ത്ര്യത്തിനൊക്കെ കൂടി വേണ്ടിയിട്ട് തന്നെയാണ്. അത് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ലാൽ സലാം.